അപ്പോൾ ഇന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ആര്? വി ഡി സതീശൻ. നിങ്ങൾ കേട്ടല്ലോ, വാതിലടച്ചു UDFൻ്റെ. ഇപ്പോൾ ഒരു മണിക്കൂർ മുമ്പാണല്ലോ പറഞ്ഞത് വാതിലടച്ചു. ഇനി ഞാൻ അങ്ങോട്ടാണ് പോകേണ്ടത്, ഇനി ഞാൻ ആരെ കാത്തു നിൽക്കണം? ഇതിനു മുമ്പ് അദ്ദേഹം പറഞ്ഞിരുന്നത് നിങ്ങൾ ഓർമ്മയിലുണ്ടാവും. നിങ്ങളെ ചോദ്യങ്ങൾക്ക് PV അൻവറിൻ്റെ വാതിൽ അടച്ചിട്ടില്ല, തുറന്നിട്ടില്ല. അങ്ങനെ ഒരു വാതിലുണ്ടോ? ഏതെങ്കിലും വാതിൽ? ഒന്നുമില്ല, അടച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ തുറന്നിട്ടുണ്ടാവും. PV അൻവറിൻ്റെ വാതിൽ അടച്ചിട്ടില്ല, തുറന്നിട്ടില്ല. ഇപ്പം അദ്ദേഹം ലോക്കിട്ട് പൂട്ടി. ഇനി ഞാൻ എന്താ ചെയ്യേണ്ടത്? ഞാൻ എന്ത് ചെയ്യണം? ഈ പിണറായിസത്തെ അവസാനിപ്പിക്കാൻ ഈ ഷൗക്കത്തിന് സാധിക്കുമോ? എന്തുകൊണ്ടാണ് ഷൗക്കത്ത് അവിടെ സ്ഥാനാർത്ഥിയാകാൻ പറ്റില്ല എന്ന് ഞാൻ പറയാൻ കാരണം, എനിക്ക് അദ്ദേഹത്തോട് ഒരു വ്യക്തിപരമായ അഭിപ്രായ വ്യത്യാസമില്ല. എന്തേ 2016 12,000 വോട്ടിന് എന്നോട് അദ്ദേഹം തോറ്റത്? എന്തേ 2021 എൻ്റെ ഭൂരിപക്ഷം 2000 ആയത്? അദ്ദേഹത്തോട് ആ നാട്ടിലുള്ള പൊതുജനങ്ങളുടെ വികാരമാണത്. ആ വികാരം അവിടെ ശമിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ഈ കഴിഞ്ഞ 9 കൊല്ലം കൊണ്ട് ആ വികാരം അവിടെ വർദ്ധിക്കുക ചെയ്ത്. എന്താ കാരണം അറിയാം നിങ്ങൾ? എന്നെ സഹായിച്ച UDF അനുഭാവികളായ ആളുകളെ തെരഞ്ഞു പിടിച്ച് ഏതെല്ലാം നിരക്ക് അവരെ ആക്രമിക്കാൻ കഴിയുമോ ആ അക്രമം അവിടെ തുടരുക, ഇൻക്ലൂഡിങ് വ്യാപാരി വ്യവസായി. എന്തേ വ്യാപാരി വ്യവസായി അവിടെ സ്ഥാനാർത്ഥിത്വം ഉണ്ടാകും എന്ന് പറഞ്ഞ് ചർച്ച നടക്കുന്നത്? കൊല്ലം കൊല്ലം ഇദ്ദേഹം ഒരു നിലമ്പൂർ പാട്ട് നടത്തുക. അവിടെ കൊള്ളപ്പിരിവ, കോളറിന് പിടിച്ച് കാശ് വാങ്ങല. 2016 ഞാൻ വരുന്നവരെ അവിടെ ഒരു വർഷം അദ്ദേഹത്തിന് ജോളിയായി ജീവിക്കാനുള്ള പണം നിലമ്പൂരിലെ വ്യാപാരികളുടെ കോളർ പിടിച്ച് വാങ്ങിയിരുന്നു. അപ്പോൾ ഈ ഒരവസ്ഥ അവിടെ തുടരുന്നത് കൊണ്ടാണ് വ്യാപാരികൾ സ്ഥാനാർത്ഥി അടക്കം നിർത്താൻ ആലോചിക്കുന്നത്. അവർ ഭയപ്പെടുകയാണ്. ഇനിയും ആ അരാജകത്വത്തിലേക്ക് നിലമ്പൂർ പോകും. സ്വകാര്യമായി പറയുന്നു, ഞങ്ങൾക്ക് സാധിക്കൂല. വ്യാപാരി വ്യവസായി സമൂഹം എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാ നാട്ടിലും എൻ്റെ സ്ഥിതി നിങ്ങൾക്ക് അറിയാലോ. ആ കുടുംബത്തുകൾക്ക് എത്ര വോട്ടുണ്ടാകും എന്നുള്ളത്. ഒന്ന്, പത്രക്കാർ നോട്ട് ചെയ്ത ജനങ്ങൾ കേൾക്കണം. രണ്ടാമത്, ഇദ്ദേഹം മുസ്ലിം സമുദായത്തിൻ്റെ ഒരു റെപ്രസെൻറ്റേറ്റീവാണ് എന്ന് ആരും അംഗീകരിക്കാൻ തോന്നില്ല. കാരണം അദ്ദേഹം പേരെടുത്തതും പ്രശസ്തി എടുത്തതും കഥ എഴുതിയതും ഈ ഒരു സമുദായത്തിന് വേണ്ടിയാണ്. ഒരു ഹൈന്ദവനായ വ്യക്തി ആ ഹിന്ദു സമുദായത്തിനെതിരെ സംസാരിച്ചാൽ ആളുകൾക്ക് പ്രശ്നം ഉണ്ടാവില്ല. സ്വന്തം സമുദായത്തിനെതിരെ സംസാരിച്ചാൽ അവന് ഭ്രാന്താണ് എന്ന് പറഞ്ഞ് തള്ളും. ഒരു ക്രൈസ്തവൻ ക്രിസ്തുവിനെതിരെ സംസാരിച്ചാൽ അവനോട് ആ മതക്കാർക്കുണ്ടാകുന്ന വിരോധം താങ്ങാൻ കഴിയാത്തതാണ്. ഒരു മുസൽമാൻ ഒരു മുസ്ലിം സമുദായത്തിനെതിരെ സംസാരിച്ചാൽ അതാരും വിട്ടുകൊടുക്കാൻ തയ്യാറാവില്ല. ഒരു മതസ്ഥൻ മറ്റൊരു മതത്തെ പറയുമ്പം അവൻ വർഗീയവാദിയാണെന്ന് പറഞ്ഞ് നമ്മൾ തള്ളും. പക്ഷേ ഒരു വിശ്വാസ സംഹിതയെ അതിനകത്ത് നിന്നുകൊണ്ട് ചോദ്യം ചെയ്യുമ്പോൾ ഒരാളും അംഗീകരിച്ചു കൊടുക്കില്ല. അതാണ് ആര്യാടൻ ഷൗക്കത്തിൻ്റെ രണ്ടാമത്തെ ഏറ്റവും വലിയ വിഷയം. ഒറ്റ കാര്യം കൂടി അതിന് ഉദാഹരണമായി ഞാൻ സൂചിപ്പിക്കാം. CPMൻ്റെ സംസ്ഥാന കമ്മിറ്റി അംഗമാണ് സഖാവ് PK സൈനബ. മഞ്ചേരിയിൽ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ നിർത്തി. സാധാരണ ലീഗിന് LDFന് 3 തൊട്ട് 3.25 ലക്ഷം വരെ വോട്ടുണ്ടാകും ഒരു പാർലമെൻറ്റ് മണ്ഡലത്തിൽ. എന്താ സംഭവിച്ചത്? അവർ പ്രത്യക്ഷത്തിൽ അവിടെ വേഷവിധാനങ്ങൾ പോലും ഇസ്ലാമിനെതിരാ. കമ്മ്യൂണിസ്റ്റുകാരായ ആളുകൾ പോലും ആ മതനിഷേധിക്കെതിരെ വോട്ട് ചെയ്തു. അത് ചരിത്രമാണ്. ആ ചരിത്രം ഇവിടെ ആവർത്തിക്കപ്പെടും. ഇത് തന്നെയാണ് സ്വരാജിനും അവിടെ സംഭവിക്കാൻ പോകുന്നത്. എവിടെ? നിലമ്പൂരിൽ. ശബരിമല ഇഷ്യൂ നിങ്ങൾക്കറിയാം. ശബരിമല ഇഷ്യൂവിൽ പിണറായിസത്തിൻ്റെ ഭാഗമായി നിന്ന് കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെ ഹൈന്ദവ മതവിശ്വാസികളുടെ മതത്തെ, അവരുടെ വികാരത്തെ വ്രണപ്പെടുത്തി അവഹേളിച്ച് പിണറായിസം കേരളം മുഴുവൻ ഹിന്ദുത്വത്തിനെതിരെ പ്രചരണം നടത്തിയവനാ ഈ പറയുന്ന സ്വരാജ്. ഹൈന്ദവ സമൂഹം, ഒരു ഹൈന്ദവനാണ് സ്വരാജ്. അത് താങ്ങൂല. കാണാൻ പോവുകയാണ് നമ്മൾ. അപ്പോൾ രണ്ടാമത്തെ പ്രശ്നം. മൂന്നാമത്തെ വിഷയം, ഇദ്ദേഹം ആളാകാൻ വേണ്ടി, ഇപ്പം ഞാൻ ഔട്ട്സ്പോക്കൺ എന്ന് പറഞ്ഞല്ലോ,
UDF അധികാരത്തിലിരിക്കുമ്പം, സ്വന്തം പിതാവ് മന്ത്രിയായിരിക്കുമ്പം ഈ UDF നേതൃത്വത്തിനെതിരെ എത്ര തവണ മലപ്പുറത്ത് ഇദ്ദേഹം പ്രതികരിച്ചിട്ടുണ്ട്? ഇവിടെ കഴിഞ്ഞ 5-8 കൊല്ലമായി മലപ്പുറം ജില്ലയിലെ ലീഗ് കോൺഗ്രസ് ബന്ധത്തിൽ എവിടെയെങ്കിലും എന്തെങ്കിലും പ്രശ്നങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ നിന്ന് ആര്യാടൻ ഷൗക്കത്ത് മാറ്റി നിർത്തപ്പെട്ടതോടുകൂടെ മലപ്പുറം ജില്ലയിലെ UDF ഒറ്റക്കെട്ടായി പോവുകയാണ്. അതിലേക്കാണ് ഇനി വരാൻ പോകുന്നത്. അതിൻ്റെ അകത്തുണ്ടായിരുന്ന കാലത്ത് അദ്ദേഹം സംസാരിച്ചത് കേരളത്തിലെ അതിതീവ്ര RSSകാർ, പാണക്കാട് തങ്ങന്മാർ, വർഗീയവാദികളും മന്ത്രിച്യൂതി ആളെ പറ്റിക്കുന്നവരാണെന്ന് പറയോ? മറ്റേ ടീച്ചറുണ്ടല്ലോ, അവർ പറയോ? അത് പറയാൻ ധൈര്യം കാണിച്ചവൻ ആര്യാടൻ ഷൗക്കത്താ. എന്തിനാ? മറ്റുള്ളവരുടെ ഫാസിസ്റ്റുകളുടെ കയ്യടി കിട്ടാൻ വേണ്ടിയിട്ട്. ആ ശിഹാബ് തങ്ങൾ മന്ത്രിച്യൂതി കൊടുത്ത് പണം തട്ടുന്നവനാണ് എന്ന് പറഞ്ഞിട്ട് എന്താ പോലീസ് പോയിട്ട് ചെറുകിടക്കാരെയാണല്ലോ പിടിക്കുന്നത്? എന്താ വലിയവരെ പിടിക്കാത്തത്? എന്താ പാണക്കാട് പോകാത്തതെന്ന്? ഈ മന്ത്രിയുടെ വീട്ടിലിരുന്ന്, UDFൻ്റെ മന്ത്രിയുടെ വീട്ടിൽ, സ്വന്തം പിതാവിൻ്റെ വീട്ടിലിരുന്ന് പറഞ്ഞിട്ടൊരു പ്രശ്നമില്ല. ഔട്ട്സ്പോക്കൺ അല്ല. അത് ആ സമുദായം, ആ പാർട്ടി മറക്കുമോ? ആ വീഡിയോ ഓടിക്കൊണ്ടിരിക്കുകയല്ലേ നിലമ്പൂരിൽ മുഴുവൻ. TV അൻവറാണോ? നിലമ്പൂർക്ക് പോയിട്ടില്ല ഞാൻ ഇതുവരെ. പിന്നെന്താ? മൂപ്പർക്ക് ദേശീയ അവാർഡ് കിട്ടി. പാഠമൊന്ന് വിലാപം, ഒരു സിനിമ. ഇവിടെ ദേശീയ അവാർഡുകൾ മുഴുവൻ കിട്ടാറ് എവിടെയാണ്? ഈ ന്യൂനപക്ഷ സമുദായത്തെ ഏറ്റവും മോശവൽക്കരിച്ച് എഴുതുന്ന കഥകൾക്കും തിരക്കഥകൾക്കും ഉണ്ടാകുന്ന സിനിമ. എന്താ പ്രമേയം? മുസ്ലിം സമുദായത്തിലെ ശൈശവ വിവാഹം. ഒന്ന്. എന്താ രണ്ടാമത്തെ പ്രമേയം? നിങ്ങൾക്കറിയാം, ഈ മലയോര മേഖലയിലെ ആളുകൾ, അത് ക്രൈസ്തവനായാലും ഹിന്ദു ആയാലും മുസൽമാനായാലും വളരെ പാവപ്പെട്ടവരാ. മുസ്ലിം കുടുംബങ്ങളിൽ കുട്ടികളുടെ എണ്ണം കൂടുതലുണ്ടാവും. 3, 4, 5 പെൺമക്കളുണ്ടാവും. ചില വീടുകളിൽ ആൺമക്കളെ ഉണ്ടാവില്ല. 5 പൈസ അവരുടെ കയ്യിലില്ല. 30, 35, 40 വയസ്സായ മക്കൾ കൺമുമ്പിൽ നിൽക്കുമ്പോൾ ആ മാതാപിതാക്കളുടെ ഹൃദയം പൊട്ടുകയാണ്. ഒരു നിവൃത്തിയില്ലെങ്കിൽ റബ്ബെ ആരെങ്കിലും ഒന്ന് വന്നെങ്കിൽ എൻ്റെ കുട്ടിക്ക് കൈ പിടിച്ചു കൊടുക്കാം എന്ന് വിചാരിക്കും. അത്തരം ആളുകൾ വരുമ്പോൾ ഈ തമിഴ്നാട്ടിൽ നിന്നും കർണാടകയിൽ നിന്നും നമ്മുടെ നാടിൻ്റെ പല ഭാഗത്തു നിന്നും വരുന്ന ആളുകൾക്ക് കൈപിടിച്ചു കൊടുക്കും. നിക്കാഹ് ചെയ്തവർ കൊണ്ടുപോകും. ചിലരൊക്കെ നന്നായി ജീവിക്കും, ചിലത് പ്രശ്നമാകും. അതാണ് പ്രമേയം. ഈ പറയുന്ന ദേശീയ അവാർഡ് കിട്ടിയില്ലേ? ഈ നാട് മുഴുവൻ കൊണ്ടു നടന്ന് ആഘോഷിച്ചില്ലേ? ഒരു സമുദായത്തെ ആ സമുദായത്തിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ഇതുപോലെ പ്രവർത്തിച്ചൊരു വ്യക്തി ഉണ്ടായിട്ടില്ല. അപ്പോൾ വിഷയം എന്തുകൊണ്ട് ഞാൻ അദ്ദേഹത്തെ വിജയിപ്പിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞതിൻ്റെ പ്രധാന വിഷയം അതാണ്.